ഹലോ നമസ്കാരം. ഹെവി ഫൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിളച്ചുമറിയുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. നിലനിർത്താനും തിരിച്ചുപിടിക്കാനും ആവനാടിയിലെ സകല അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുന്ന സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ കേരളീയർ ഒരുങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ 140 സീറ്റുകളിലും ഹെവി ഫൈറ്റിന്, ടൈറ്റ് ഫൈറ്റിനാണ് കളമൊരുങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏത് മണ്ഡലമാണ് സാജു? നമ്മളൊരു അതിപ്രശസ്തമായ നാട്ടിലേക്കാണ് പോകുന്നത്. ലോകത്ത് തന്നെ ആ നാടിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആറന്മുള കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ട്. ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അതെ, ആറന്മുള നിയമസഭാ മണ്ഡലം. പക്ഷെ ആറന്മുള കണ്ണാടി മാത്രമല്ല അവിടെ ആ നാടിന്റെ പേരിൽ ലോകത്തറിയപ്പെടുന്നത്. ആറന്മുള വള്ളസദ്യ കൂടി അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ടെമ്പിൾസ് ഉള്ളത്. അതുപോലെ തന്നെ സാംസ്കാരിക പാരമ്പര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന പൈതൃക ഗ്രാമമാണ് ആറന്മുള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ. ആ ആറന്മുള മണ്ഡലത്തിലെ പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ടല്ലേ? യാദൃശ്ചികമായിട്ടാണെങ്കിൽ നമ്മൾ ആറന്മുളയിലേക്ക് നേരത്തെ ആറന്മുള എടുക്കാമെന്ന് ഇന്നലെ തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ ആറന്മുളയിലെ MLA ആയ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് അവിചാരിതമായി ഒരു സംഘർഷത്തിനിടെ അവർക്ക് ചില പരിക്കേൽക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയം തിളച്ചു മറിയുന്നു. അതിനിടയിൽ നമ്മൾ ആറന്മുളയിലെ രാഷ്ട്രീയ പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് സാധ്യതകൾ, സൂചനകൾ വിലയിരുത്തുകയാണ്. അതുകൊണ്ടാണ് ആറന്മുളയിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ഇന്ന് എടുക്കുന്നത് ടൈറ്റിലുണ്ട്. യെസ്, അപ്പോൾ ആറന്മുളയിലെ സൂചനകളും സാധ്യതകളും പരിശോധിക്കുന്നതിന് മുമ്പ് ആറന്മുള എന്ന നിയോജക മണ്ഡലത്തിന്റെ ചരിത്രവും ഒരു പൊതുചിത്രവും വേഗത്തിൽ 1 മിനിറ്റിലൊന്ന് കണ്ടുപോകും. ആറന്മുള പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട അസംബ്ലി സീറ്റ്. വലിപ്പം കൊണ്ടും വോട്ട് കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന്. പാർത്ഥസാരഥി ക്ഷേത്രമടക്കമുള്ള ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ക്ഷേത്രമണ്ഡലമാണെങ്കിലും ക്രൈസ്തവർക്കും സഭകൾക്കും കാര്യമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ആറന്മുള. ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ കാലം മണ്ഡലം കൈവശം വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കെ ഗോപിനാഥൻ പിള്ള ആദ്യ MLA. KK ശ്രീനിവാസൻ തുടർച്ചയായി 3 തവണ നിയമസഭയിലെത്തിയതും ആറന്മുളയിലൂടെ. കടമനിട്ടയിലൂടെ LDF സീറ്റ് പിടിച്ചത് 96-ൽ. പിന്നീട് 2011 വരെ മാറിയും മറിഞ്ഞു. മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജിനെ 2011-ൽ CPM ഇറക്കിയത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വെച്ച്. സിറ്റിംഗ് MLA കെ ശിവദാസൻ നായരെ മലർത്തിയടിച്ച് സീറ്റ് പിടിച്ച വീണ ജോർജ് 2021-ൽ വീണ്ടും ജയിച്ച് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി. ഇനി 2026 മണ്ഡലം നിലനിർത്താൻ വീണ ജോർജിനെ തന്നെ LDF കളത്തിലിറക്കുമെന്ന് ഉറപ്പ്. കോൺഗ്രസ് കാര്യമായി പരിഗണിക്കുന്നത് യുവരക്തങ്ങളായ അബിൻ വർക്കിയെയും വിജയ് ഇന്ദിച്ചൂടനെയും. 2 പേരിൽ ആര് വന്നാലും ഇത്തവണ ആറന്മുളയിൽ പൊടിപാറുമെന്നുറപ്പ്. അപ്പോൾ ആറന്മുള വീണ ജോർജിന്റെ മണ്ണാണ്. ആ വീണയെ അവിടെ വീഴ്ത്താൻ കഴിയുമോ എന്നാണ് UDF ഇക്കുറിയെങ്കിലും നോക്കുന്നത്. പറ്റുമോ? കാരണം ആറന്മുളയ്ക്കൊരു സ്വഭാവമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അട്ടിമറികൾക്ക് കാതോർക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കവി കടമ്മനിട്ടെ നിയമസഭയിലെത്തിച്ച നാടുകൂടിയാണ്. അപ്പോൾ ആറന്മുള എങ്ങനെ പ്രതികരിക്കും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുകൂടി നമ്മൾ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരു പെർഫോമൻസ്, UDFന്റെയും LDFന്റെയും BJPയുടെയും ഒരു പെർഫോമൻസ് ഗ്രാഫ് പരിശോധിച്ചാൽ എന്തായിരിക്കും അവിടെ ആർക്കാണ് ഒരു തൂക്കമുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അതിന്റെ ഫലത്തിലേക്ക് പോകണം. അതിനു മുമ്പ് ആകെ അവിടെ എത്ര വോട്ടുണ്ടെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. 2,37,351 വോട്ട് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറന്മുള. ഇനി നേരെ പോകാം 2021-ലെ ഫലത്തിലേക്ക്. 2021-ൽ വിവിധ മുന്നണികൾ നേടിയ വോട്ടിലേക്ക് ആദ്യം പോകാം. സാജു, വീണ ജോർജ് 46.3% വോട്ട് നേടിക്കൊണ്ടാണ് വീണ ജോർജ് കഴിഞ്ഞ തവണ മണ്ഡലം നിലനിർത്തിയത്. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 6% വോട്ട് കൂടുതലായിരുന്നു വീണ ജോർജ് നേടിയിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം വീണ ജോർജിന്റെ എതിരാളി കെ ശിവദാസൻ നായരായിരുന്നു. വീണ ജോർജ് നേടിയത് 73,450 വോട്ടുകളായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കണക്ക് പ്രകാരം വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ UDF സ്ഥാനാർത്ഥി കെ ശിവദാസ് നായർ എത്ര വോട്ട് നേടി എന്നതുകൂടി നമുക്ക് കാണാം. ശിവദാസൻ നായർ 56,654 വോട്ടുകളാണ് നേടിയിരിക്കുന്നത് സൈഫുദ്ദീൻ. അതായത് ഏതാണ്ട് 34.56% വോട്ടുകൾ മാത്രമാണ്
UDF സ്ഥാനാർത്ഥിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ കണക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. 0.67% ഒരു ഇടിവും അവിടെ ഉണ്ടായിട്ട്. ഇനി BJPയുടെ ഫിഗർ കൃത്യമായി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആറന്മുളയിൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വളർച്ച കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അവിടെ അത് തെളിഞ്ഞു കാണാൻ ചില പ്രയാസങ്ങൾ. 21,099 വോട്ടുകളാണ് നേടിയത്. അതായത് ഏതാണ്ട് 17.98% വോട്ടുകൾ മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 7% വോട്ടുകൾ 5.5% വോട്ടുകൾ മാത്രമാണ് BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇനി വീണ ജോർജിന്റെ ഭൂരിപക്ഷത്തിലേക്ക് 2021 വീണ ജോർജിന്റെ ഭൂരിപക്ഷത്തിലേക്ക് വരൂ സാജു. 19,003. 2016 അവരുടെ ഭൂരിപക്ഷം താഴെ കാണുന്നു. 7,646 എന്ന ഭൂരിപക്ഷം. അതായത് വീണ ജോർജിന്റെ ഭൂരിപക്ഷം നോക്കൂ, 5 വർഷം കൊണ്ട് വർദ്ധിച്ചത് 7%. ഇരട്ടിയിലധികം 7% വോട്ടിൽ അടക്കമുള്ള വർധനവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ട് നോക്കുമ്പോൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം ഉണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ പോലും 7% ആകെ വർധനവ് അവർക്ക് കിട്ടിയ വോട്ടുകളുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. 5 വർഷം കാര്യമായി അവർ പണിയെടുത്തു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, വലിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായി, വികസന പ്രവർത്തനങ്ങൾ കാര്യമായി നടത്തി. അതുകൊണ്ട് അവർ ഇരട്ടിയിലധികം. അതോടൊപ്പം തന്നെ 2021 ആകുമ്പോഴേക്കും ഉണ്ടായ ഒരു ഇടത് തരംഗമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ വീണ ജോർജിന് കഴിഞ്ഞു ആറന്മുളയിൽ. പതുക്കെ ചിത്രം മാറുന്നുണ്ട്. 2024 വരുമ്പോൾ 2024 ചിത്രത്തിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ്. നോക്കൂ സാജു, അവിടെ ആന്റോ ആന്റണി നേടിയത് 59,626 വോട്ട്. ഡോക്ടർ തോമസ് ഐസക്കിനെയായിരുന്നു CPM അവിടെ അവതരിപ്പിച്ചിരുന്നത്. അതായത് ആ ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് നോക്കൂ, 44,939 വോട്ടുകൾ മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നോക്കൂ, ഭൂരിപക്ഷം 14,687 എന്നിടത്തേക്ക് എത്തി. ഇവിടെ BJPയുടെ കണക്കുകൂടൽ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ അവർക്ക് 21,099 നിയമസഭയിൽ BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എങ്കിൽ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ അനിൽ കെ ആന്റണി 38,545 വോട്ട് സമാഹരിക്കുന്നുണ്ട്. 17,000 വോട്ട് അധികം പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും അത് BJPയുടെ ആറന്മുളയുടെ വളർച്ച കാണിക്കുന്നു. BJP അവരുടെ A+ മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ആറന്മുളയെ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് ഇത് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതും UDFന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFന് വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ പതുക്കെ ചിത്രം മാറി തുടങ്ങുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFന് അത് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ഇനി തദ്ദേശത്തിലേക്ക് വരുമ്പോൾ നോക്കൂ സാജു, ആകെയുള്ള 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ 10 അവിടെ UDF നേടുകയാണ്. BJPക്ക് 2, LDFന് ആകെ 1. ഇതിന്റെ കണക്കുകൾ നമ്മളൊന്നും പരിശോധിക്കേണ്ടതുണ്ട്. 2020 തദ്ദേശത്തിൽ UDFന് ലീഡ് ഉണ്ടായിരുന്നു. 2021 865 വോട്ടിന്റെ ലീഡായിരുന്നു ആകെ മൊത്തം വോട്ട് ഉണ്ടാവുക. 2025 വരുമ്പോൾ UDF ആ ലീഡ് 13,572 സൈഫുദ്ദീൻ ഉയർത്തുന്നുണ്ട്. നമ്മൾ അത് പരിശോധിക്കുമ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പത്തനംതിട്ട നഗരസഭയുടെ ഭരണം LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഈ 2025 ആറന്മുളയിലെ UDF ഭരണം, UDF പഞ്ചായത്തിലെ ഭരണം നിലനിർത്തുന്നുണ്ട്. കോഴഞ്ചേരിയിലേക്ക് UDF ഭരണം നിലനിർത്തുന്നു. എലന്തൂർ UDF വിജയിക്കുകയാണ്. അത് LDFൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മല്ലപ്പുഴശ്ശേരി UDFന്റെ ഭരണമാണ്, അതങ്ങനെ നിൽക്കുന്നു. കുളനടയാണ് LDF വിജയിച്ചത്. അവിടെയാണെങ്കിൽ BJPക്കും സ്വാധീനമുണ്ട്. മെഴുവേലി UDFന്റെ ഭരണമാണ്. ചെന്നീർക്കരയിലേക്ക് വരുമ്പോൾ അത് ഭരണം UDFൽ നിന്നും LDF പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റവും ആ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അല്ല, തിരിച്ചാണ്. ചെന്നീർക്കരയും UDF പിടിച്ചെടുത്തു. ഇനി പോയി കഴിഞ്ഞാൽ നാരങ്ങാനത്തെ വന്നാൽ NDA ആണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. അത് LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് എന്ന് വളരെ പ്രധാനപ്പെട്ട. നേരത്തെ തന്നെ നാരങ്ങാനം BJPയുടെ കോട്ടയാണ് എങ്കിൽ കൂടി അവിടെ LDF ഭരിച്ചിരുന്നതാണ് BJP പിടിച്ചെടുത്തു. ഇരവി പേരൂരിലേക്ക് വരുമ്പോൾ UDFന്റെ ഭരണമാണ്, അത് LDFൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് UDF. തോട്ടപ്പുഴശ്ശേരിയിൽ UDFന്റെ ഭരണമുണ്ട്. കോയിപ്പുറത്തും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 12 എന്നുള്ളതാണ് കണക്ക്. LDFന്റെ നഷ്ടം കൂടി നമുക്ക് നോക്കാം. ആ ഗ്രാഫിൽ വളരെ കൃത്യമായി LDFന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പത്തനംതിട്ട നഗരസഭ മുതൽ താഴേക്ക് വരുമ്പോൾ ഏതാണ്ട് 5 ഇലന്തൂരും ചെന്നീർക്കരയും നാരങ്ങാനവും ഇരവിപ്പേരൂരും അവർക്ക് നഷ്ടപ്പെടുന്നു വെച്ചാൽ മൊത്തം 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ 5 എണ്ണം
പത്തനംതിട്ട നഗരസഭയടക്കം 5 കഴിഞ്ഞ ഒരു LDF നഷ്ടപ്പെട്ടു. അതായത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിക്ക് കാരണങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-നുണ്ടായ മേൽക്കൈയിൽ ശബരിമല വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തൊട്ടയൽപക്കത്താണ്. ഒപ്പം ആറന്മുളയിലെ ഒരു സമുദായ സമവാക്യങ്ങളെല്ലാം ചേരുമ്പോൾ അത് കൃത്യമായി പ്രതിഫലിക്കുന്നതാണ്. അത് ഈ ഒരു വിഷയത്തിൽ, പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകണമെന്നില്ല. ഈ ഒരു വിഷയത്തിൽ ശിവദാസൻ നായർ തന്നെ പറഞ്ഞതുപോലെ ഒരിക്കൽ LDF-നെ ശിക്ഷിച്ചു, എപ്പോഴും LDF-നെ ഇതേ കാരണം പറഞ്ഞ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുമോ വോട്ടർമാർ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് കൂടുതൽ കരുതൽ തന്റെ പാർട്ടി നേതൃത്വത്തിന് വേണമെന്ന ഓർമ്മപ്പെടുത്തലായി ശിവദാസൻ നായർ തന്നെ പറഞ്ഞ കാര്യമാണ്. സ്വാഭാവികമായും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് വലിയ വിവാദമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ അത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും പ്രതിഫലിച്ചാൽ LDF-ന് ഒരുപക്ഷെ തിരിച്ചടിക്ക് അത് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമുദായിക വോട്ടെന്നിൽ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കണം സാജു. അതുകൊണ്ട് തന്നെ ആറന്മുളയിലെ സാമുദായിക വോട്ട് നില നമ്മൾ ഒന്ന് പരിശോധിക്കണം. 13 തദ്ദേശ സ്ഥാപനങ്ങളുള്ള വളരെ വിശാലമായൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ സാമുദായിക വോട്ട് നില നോക്കൂ സാജു. ഹിന്ദു വോട്ടാണ് അവിടെ കൂടുതൽ, 56.39%. ക്രിസ്ത്യൻ വോട്ട് ഏതാണ്ട് 40% അടുത്ത് വരുന്നുണ്ട്. കണക്കുകൾ പ്രകാരം അത് 38.12 മുസ്ലിം വോട്ട് താരതമ്യേന ആ മണ്ഡലത്തിൽ കുറവാണ്, 4% മാത്രം വരുന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു വോട്ടിൽ നായർ വോട്ടിനും ഈഴവ വോട്ടിനും വളരെ കൃത്യമായ സ്വാധീനമുണ്ട്. ഇത് രണ്ടും പ്രത്യേകിച്ച് നായർ വോട്ടുകൾക്ക് വിധി നിർണ്ണയിക്കുന്നതിൽ ഒരു ഘടകമായിരിക്കും. ഇനി ക്രൈസ്തവ വോട്ടുകൾ നിർണായക ക്രിസ്ത്യൻ വോട്ടാണ്. ഇപ്പോൾ ഹിന്ദു വോട്ട് സാജു പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പോകും, നായർ വോട്ടും ഈഴവ വോട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ എൻ ബ്ലോക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വീണ ജോർജിന് അനുകൂലമായി വീണു എന്നൊരു വിലയിരുത്തൽ എവിടെയുണ്ട്. അത് തീർച്ചയായും വീണ ജോർജിന്റെ നമുക്കറിയാം സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയാണ്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ മാത്രമല്ല വീണ ജോർജിന്റെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ ലഭിച്ചിരിക്കുന്നത്. മാർത്തോമ സഭയുടെ കൂടി വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ വീണ ജോർജിലേക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പ് വീണ ജോർജിന്റെ ആദ്യത്തെ വിജയം യഥാർത്ഥത്തിൽ ഒരു അട്ടിമറി വിജയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാധ്യമ പ്രവർത്തകയായി നിന്ന് അവിടേക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിവദാസ് നായരെ തോൽപ്പിക്കുകയാണ്. അത് അട്ടിമറി എന്ന ആംഗിൾ നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ കഴിഞ്ഞ തവണയിലേക്ക് എത്തുമ്പോൾ വീണ ജോർജ് ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട്. അതായത് എല്ലാ ചേരുവകളും ആ മണ്ഡലത്തിലെ സാമുദായിക ചേരുവകൾ എല്ലാം കൂടി ഒത്തുചേർന്നപ്പോഴാണ് അത്തരം വലിയ ഉജ്ജ്വലമായ വിജയം നേടിയത്. അതിനെ മറികടക്കാൻ എന്താണ് UDF-ന്റെ പദ്ധതി എന്നതായിരിക്കും ആറന്മുളയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ നിർണയിക്കപ്പെടുക. എന്താണ് പദ്ധതി എന്നതിന്റെ ചോദ്യം കുറെ കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലെ മറ്റൊരു ഉപചോദ്യം ആരെയാണ് നിങ്ങൾ അവിടെ നിർത്താൻ പോകുന്നത് വെച്ചാൽ വീണ ജോർജിന്റെ തട്ടകം പൊളിക്കാൻ അല്ലെങ്കിൽ വീണ ജോർജിന്റെ മേധാവിത്വം തകർക്കാൻ അവിടെ നിങ്ങൾക്ക് ആരെ ഇറക്കാനുണ്ട്. ഇപ്പോൾ സഭാ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് 2011 വീണ ജോർജിനെ അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത്. ആ പരീക്ഷണം വിജയിച്ചു, 2 തവണയും വിജയിച്ചു. ആ പരീക്ഷണം പൊളിക്കാൻ ഇപ്പുറത്ത് എന്ത് മറുമരുന്നുണ്ടെന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരാം. ആറന്മുള മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും ഇക്കുറി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു പെർഫോമൻസ് ഗ്രാഫ് ഒന്ന് വേഗത്തിൽ കണ്ടുവരാം. ആറന്മുളയിൽ കഴിഞ്ഞ 5 വർഷം 3 മുന്നണികളുടെയും പെർഫോമൻസ് ഗ്രാഫ് വേഗത്തിൽ കണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് നോക്കൂ. ആദ്യം നമ്മൾ കാണുന്നത് LDF-ന്റെ ഗ്രാഫാണ്. LDF-ന് 2021 നിന്നും ക്രമാനുഗതമായ ഒരു ഇടിവ് നമ്മൾ കാണുന്നു. അതൊരു പ്രകടമായ താഴ്ചയാണ്. അതുപോലെ UDF-ന്റെ നോക്കൂ, ക്രമാനുഗതമായി ഉയർന്നു പോകുകയാണ് UDF ആറന്മുളയിൽ. അതായത് 2021 34% വോട്ടുണ്ടായിരുന്ന UDF 2024 41.09% ഉയർത്തുന്നു. നോക്കൂ, 10 തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് ഗ്രാഫ് കാര്യമായ ഒരു പ്രതീക്ഷ UDF-ന് അവിടെ നൽകുന്നുണ്ട്. BJP-യും നില മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് 2 മുന്നണികൾക്കും ഭീഷണി ഉയർത്തുന്ന ഒരു വളർച്ച അവിടെ BJP. അതായത് ആറന്മുളയിൽ ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം BJP-യുടെ ഇപ്പോഴത്തെ പോരാട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും. ഇനി നമ്മൾ സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോകുന്നു. ഇത്തവണ ആറന്മുളയിലെ സ്ഥാനാർത്ഥി ചിത്രം അങ്കത്തട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചും തീർത്തും പറയാം. LDF-ന് വേണ്ടി സിറ്റിംഗ് MLA ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ മത്സരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതേ സാജുവിന്റെ സൈഡിൽ വീണ ജോർജ് ഉയർന്നു നിൽപ്പുണ്ട്. അപ്പോൾ വീണ ജോർജ് LDF-ന് ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും വീണ ജോർജ് അല്ലാത്ത മറ്റൊരു മുഖമോ പേരോ ആറന്മുളയിൽ LDF-നുണ്ടോ? ഇല്ല. ആറന്മുളയിൽ 3ാം വട്ടയും
വീണ ജോർജ് തന്നെ മത്സരരംഗത്തിറങ്ങും. ഒരു സംശയവും വേണ്ടതില്ല. അത്രയ്ക്കുള്ള സ്വാധീനം അവർ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരുടെ പ്രതിച്ഛായ അത്ര മോശം ഒന്നുമല്ല എന്നുള്ള സമീപകാലത്തെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടല്ലാത്ത ചില വീഴ്ചകൾ മാത്രമാണ് ഉന്നയിക്കപ്പെടുന്നത്. അത് ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അതിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് സ്പർശിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വിധി നിർണ്ണയിക്കുക കഴിഞ്ഞ 2 തവണയും ഒപ്പമുണ്ടായിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഒരു എൻ ബ്ലോക്കായി ഇത്തവണ വീണ ജോർജിനൊപ്പം ഉണ്ടോ എന്നതാണ് ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം. ക്രൈസ്തവ സഭകൾക്ക് പലർക്കും സർക്കാരിനോട് തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ വീണ ജോർജിന് അത് പണിയായി മാറും എന്ന കാര്യം ഇപ്പോഴേ നമുക്ക് എഴുതി വെക്കാം. അപ്പോ വീണ ജോർജ്, എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മൊത്തം മന്ത്രിമാരിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന മന്ത്രിമാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് വീണ ജോർജ് കൂടിയാണ്. പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ സംസ്ഥാനത്തെങ്ങാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്ന മുൻനിരയിലുള്ള ഒരു മന്ത്രിയും കൂടിയായിരിക്കും വീണ ജോർജ്. സ്വാഭാവികമായും സർക്കാരിനു വേണ്ടി നിയമസഭയിൽ അടക്കം പോരാട്ട മുഖത്ത് നിൽക്കുന്ന ആളാണ് വീണ ജോർജ്. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ബാധിക്കും. എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിൽ മികച്ച പെർഫോമൻസ് ആണ് വീണ ജോർജ് കാഴ്ചവെച്ചത്. നിശ്ചയമായും. അപ്പോ വീണ ജോർജിനെ തറ പറ്റിക്കാൻ ഇപ്പുറത്ത് എന്ത് വരുന്നുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. UDF ആരെയൊക്കെ അവിടെ കാണുന്നു? ഇതുവരെയും ഒരു പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും വളരെ വളരെ ചർച്ചയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളിലേക്ക്, 2 ചിത്രങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ ആദ്യത്തെയാൾ അബിൻ വർക്കിയാണ്. സാജു, അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഒപ്പം തന്നെ മണ്ഡലത്തിലെ സമവാക്യങ്ങളിൽ മുന്നിലുള്ള, അല്ലെങ്കിൽ ആ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയിലുള്ള പരിഗണന കൂടി അബിൻ വർക്കിയിലേക്ക് എത്തപ്പെടും. മാത്രമല്ല കോൺഗ്രസിനായി പോർമുഖത്തുള്ള ആൾ എന്ന നിലയിൽ UDFന്റെ വോട്ടുകളൊക്കെ വിഭജിച്ചു പോകാതെ സമാഹരിച്ചു നിർത്താൻ അബിൻ വർക്കിക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു ചർച്ചകളിലൂടെ ആളുകൾക്ക് അറിയാവുന്ന ഒരു മുഖം കൂടിയാണ്. എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അബിൻ വർക്കി അവിടെ പരീക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭാ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വീണ ജോർജിനെ അന്ന് LDF ഇറക്കിയത്. ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. അത് പൊളിക്കണമെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കണമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. അങ്ങനെ അബിൻ സാധ്യത അല്ലേ? ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു പേര് കൂടി ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിജയ് ഇന്ദുചൂടന്റെ പേരാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇന്ദുചൂടന്റെ മകൻ വിജയ്, തീപ്പൊരി നേതാവ്, ഫയർ ബ്രാൻഡ് ഒപ്പം തന്നെ മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ആൾ, ഏറ്റവും അടുത്തിടപഴകുന്ന ആൾ, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ കാലങ്ങളിൽ ഏറ്റവും അവർക്ക് സമീപസ്ഥനായിരുന്ന ഒരാൾ എന്നതൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. ഒപ്പം തന്നെ മുന്നോക്ക വോട്ടുകളെ സമാഹരിക്കാനുള്ള ശേഷി കൂടിയുള്ള സ്ഥാനാർത്ഥിയാണ് അത് എന്നതും ആ സാധ്യത കൂടെ നിൽക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി സർപ്രൈസായി എത്താനുള്ള സാധ്യതയും കൂടെ നമ്മൾ തള്ളിക്കളയരുത്. അത് ഒരു പക്ഷേ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ UDF കണ്ടെത്തിയാൽ അത് മറ്റൊരു തലത്തിലുള്ള ഫൈറ്റ് ആയിരിക്കും സൃഷ്ടിക്കപ്പെടുക. ഓർത്തഡോക്സ് സഭയുടെ മുൻ സഭാ സെക്രട്ടറി അടക്കമുള്ളവരുടെ പേരുകൾ, ചില പേരുകൾ ആ പട്ടികയിലേക്ക്, സഭാ സെക്രട്ടറി അടക്കമുള്ളവരുടെ പേരുകൾ പട്ടികയിൽ, വിജുമ്മന്റെ അടക്കമുള്ള പേരുകൾ ആ പട്ടികയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഫലം എന്തായിരിക്കും എന്നത് കൂടുതൽ ഹെവി ഫൈറ്റായി ആ മണ്ഡലം മാറും. എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള UDF പരിഗണിക്കാൻ സാധ്യതയുള്ള 2 പേരുകളിൽ ഒന്ന് അബിൻ വർക്കിയും ഒപ്പം വിജയ് ഇന്ദുചൂടനുമാണ്. രണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫയർ ബ്രാൻഡുകളായ യുവ നേതാക്കളാണ്. അപ്പോൾ ഈ 2 നേതാക്കളിൽ ആറന്മുളയിൽ മത്സരിക്കുകയാണെങ്കിലും മത്സരം തീപ്പാറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീണ ജോർജ് വേഴ്സസ് അബിൻ ആണോ, വീണ ജോർജ് വേഴ്സസ് വിജയ് ഇന്ദുചൂടൻ എന്നാണോ എന്ന ഒരു ടൈറ്റ് ഫൈറ്റ് ആണോ വരാൻ പോകുന്നതെന്ന് ദിവസങ്ങൾക്കകം തന്നെ നമുക്കറിയാൻ പറ്റും. എന്തായാലും തിളച്ചുമറിയുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറ്റവും വലിയൊരു വേറുറ്റ പോരാട്ടമാണ് ആറന്മുളയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദിവസങ്ങൾക്കകം അവിടുത്തെ മത്സര ചിത്രം തെളിയും. എന്തായാലും കഴിഞ്ഞ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആറന്മുളയിൽ ഇക്കുറി വോട്ടെണ്ണിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത പറയാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ആറന്മുളയിൽ നിന്നും പിൻവാങ്ങുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നാളെ വീണ്ടും കാണാം.